ഗുഡ് ഈവനിംഗ് ഡേസ്, ഗുഡ് ഈവനിംഗ് ഇൻവെസ്റ്റേഴ്സ്. ദിസ് ഇസ് സിയാദ് ലീഗൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്നലെ മാർക്കറ്റ് ഒരു പോസിറ്റീവ് കൺസൾട്ടേഷൻ ആയിരുന്നു. എന്നാൽ ഇന്ന് മാർക്കറ്റ് പോസിറ്റീവായിട്ട് തന്നെ ക്ലോസ് ചെയ്തു എന്ന് വേണം പറയാൻ. കാരണം ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ഒരേ ഡയറക്ഷനിലേക്ക് മാത്രമാണ് മുകളിലേക്ക് പോയിട്ടുള്ളൂ. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ക്ലോസിന് ശേഷം യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവ് ആയിരുന്നു, എന്നാൽ US മാർക്കറ്റ് മിക്സ്ഡ് ആയിരുന്നു. ഗ്ലോബലി ട്രംപിന്റെ താരിഫ് ഫിയറുകൾ നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ഇന്നലെ നമ്മുടെ FIIസും DIസും ബയേഴ്സ് ആയിരുന്നു. സെൻസെക്സ് 444 പോയിന്റിന്റെ റാലി രേഖപ്പെടുത്തി. നിഫ്റ്റിയും 131 പോയിന്റിന്റെ റാലി രേഖപ്പെടുത്തി. നിഫ്റ്റിയുടെ ചാർട്ടും നമുക്ക് കാണാം. നിഫ്റ്റിയുടെ ചാർട്ട് ഓപ്പൺ ചെയ്തു. ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ച് തന്നെയാണ് ഇന്നത്തെ ലോ. ഫർദർ ലോ ഒന്നും ക്രിയേറ്റ് ചെയ്തില്ല. അതായത് നെഗറ്റീവിലേക്ക് മാർക്കറ്റ് പോയില്ല. പതിയെ മുകളിലേക്ക് മാർക്കറ്റ് പോയി. ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് 270 പോയിന്റ് റാലി രേഖപ്പെടുത്തി. അവസാനം 24,900 റേഞ്ചിൽ നിന്ന് ഷാർപ്പ് ഫോൾ, പിന്നീട് ചെറിയൊരു റിക്കവറി 24,761 മാർക്കറ്റിന്റെ ക്ലോസ്. നല്ല രീതിയിൽ മാർക്കറ്റ് റിയാക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിഫ്റ്റി ബാങ്ക് 84 പോയിന്റിന്റെ ഒരു ഗെയിൻ രേഖപ്പെടുത്തി. സെപ്റ്റോയുടെ എല്ലാം തന്നെ IPO ഹോൾഡ് ചെയ്ത കാരണം കൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സ്വിഗ്ഗിയും സൊമാറ്റോയും എറ്റേണലും അതിന്റെ റാലി തുടരുകയാണ്. ഇന്നും എറ്റേണൽ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തു. സ്വിഗ്ഗിയും എറ്റേണലും കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു. ഇനി റിലയൻസ് ഇന്ന് 1% അടുത്ത് റാലി രേഖപ്പെടുത്തി. JP മോർഗൻ എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ഫിനാൻഷ്യൽ സ്ഥാപനം റിലയൻസിനെ അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. നാളെ നടക്കുന്ന മോണിറ്ററി പോളിസിയിൽ റൈറ്റ് കട്ടിൽ കുറവായി ഒന്നും തന്നെ ഇപ്പോൾ ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ബൈയിങ് റിയാലിറ്റി കമ്പനീസിൽ കാണുന്നുണ്ട്. ഇന്നും DLFും ഗോദ്രേജ് പ്രോപ്പർട്ടീസും ഗെയിൻ രേഖപ്പെടുത്തി. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് റിയാലിറ്റി കമ്പനീസിൽ ഒരു പോസിറ്റീവ് മൊമെന്റം ഉണ്ട്. M&Mന്റെ EV ഇപ്പോൾ കൊച്ചിയിലൊക്കെ പറയുകയാണെങ്കിൽ എവിടെ നോക്കിയാലും M&Mന്റെ BE6 എന്ന് പറയുന്ന അതിമനോഹരമായ വാഹനം അവർ ലോഞ്ച് ചെയ്തു. ഇതിന്റെ ഭാഗമെന്നോണം HSBC M&Mനെ അപ്ഗ്രേഡ് ചെയ്തു. M&M ഇന്ന് റാലി ഒന്നും രേഖപ്പെടുത്തിയില്ല, എങ്കിൽ കൂടിയും അപ്ഗ്രേഡ് കിട്ടി എന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. നാളെ രാവിലെ 10 മണിക്കാണ് RBIയുടെ മോണിറ്ററി പോളിസി മീറ്റിംഗ് ഉള്ളത്. അപ്പോൾ അത് നാളെ അതിൻ്റെതായ ഒരു വോളറ്റിലിറ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എങ്കിലും കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് US വിക്സ് ക്രാഷ് ചെയ്തിട്ടുണ്ട്. US വിക്സും ക്രാഷ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ വിക്സും ക്രാഷ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഈ ട്രംപിന്റെ ഇഷ്യൂസ് നിലനിൽക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും വിക്സ് സ്പൈക്ക് ചെയ്യാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാകത്തിനാണ് ഗ്ലോബൽ മാർക്കറ്റിന്റെ നിൽപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊസിഷൻ സൈസിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഫുൾ ക്യാപിറ്റൽ ലോഡ് ചെയ്യാതിരിക്കുക. കുറച്ച് ക്യാപിറ്റലെല്ലാം തന്നെ കൈവശം വേണം പൊസിഷൻ സൈസിങ് ചെയ്യാനായിട്ട്, അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട്. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഏറ്റവും താഴെ കാണാം FTSE CAC 40 DAX 3 യൂറോപ്യൻ മാർക്കറ്റിനും പോസിറ്റീവാണ്. ഇന്ത്യ വിക്സ് ഇന്ന് 4% ക്രാഷായി 15 എന്ന നിലയിൽ. ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റ് ആണ്. നിക്കി, കൊറിയ, ചൈന, ഓസ്ട്രേലിയ എല്ലാം തന്നെ പോസിറ്റീവാണ്. ഗോൾഡ് ഇന്നും $19 ഒരു റാലി രേഖപ്പെടുത്തി. $3,391 ആയിട്ടുണ്ട് ഗോൾഡ്. അപ്പോൾ ഗോൾഡിന്റെ ആ ഒരു പ്രയാണം തുടരുകയാണ്. അപ്പോൾ എനിക്ക് ഒരു 2-3 മുമ്പ് ഗോൾഡ് ഓൾ ടൈം ഹൈ ഒക്കെ രേഖപ്പെടുത്തിയ സമയത്ത് ഇതാണ് ഗോൾഡിന്റെ ഒരു ഹൈ. ഇതൊക്കപ്പുറം ഒന്നും ഗോൾഡ് പോകാൻ സാധ്യതയില്ല എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് തന്നെയായിരുന്നു ട്രംപ് താരിഫ് എല്ലാം തന്നെ കുറച്ചൊന്ന് ലൂസൺ ചെയ്തത്. ഇന്ത്യയായിട്ട് ധാരണയാവുന്നു, ചൈനയായിട്ട് ധാരണ ആയപ്പെടുന്നു പറയപ്പെടുന്നു, UK ആയിട്ട് ധാരണ ആയെന്ന് പറയപ്പെടുന്നു. ആ സമയത്ത് ഗോൾഡ് ഒന്ന് ഇടിഞ്ഞു. വീണ്ടും ട്രംപിന്റെ തനിനിറം പുറത്തു വന്നു. ചൈനയായിട്ട് ധാരണ ആയില്ലെന്ന് പറയുന്നു, UK ആയിട്ട് ധാരണ ആയില്ലെന്ന് പറയുന്നു. ഇന്ത്യയായിട്ടുള്ള സ്ഥിതി നിലവില് സ്റ്റേറ്റ്മെന്റ് അടിസ്ഥാനത്തിൽ പോസിറ്റീവാണ്. റിയാലിറ്റി എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ആ ഒരു അനിശ്ചിതാവസ്ഥ ഗോൾഡിൽ പ്രകടമാണ്. ഗോൾഡ് പതിയെ മുകളിലേക്ക് പോവുകയാണ്. ഇനി സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് വരാം. ഈ വാർത്തകൾ എന്ന് പറയുന്നത് പരമാവധി വാർത്തകളാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. പോസിറ്റീവ് വാർത്ത കാരണം സ്റ്റോക്ക് റാലി രേഖപ്പെടുത്തുമെന്നോ നെഗറ്റീവ് വാർത്ത കാരണം സ്റ്റോക്ക് ഇടിയുമെന്നൊന്നും നിർബന്ധമില്ല. ഏറെക്കുറെ സ്റ്റോക്കിന്റെ പ്രൊമോട്ടേഴ്സ് സ്റ്റേക്ക് സെല്ല് ചെയ്യുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്റ്റോക്കിന്റെ വില കുറയാറുണ്ട്. സ്റ്റോക്കിന് ഓർഡർ കിട്ടി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ സ്റ്റോക്കിന് വില കൂടാറുണ്ട്. നമ്മൾ പരമാവധി വാർത്തകളാണ് പറയുന്നത്. അപ്പോൾ ഈ വാർത്തകൾ അനുസരിച്ച് സ്റ്റോക്കിന്റെ പെർഫോമൻസ് പോലും നോക്കുന്നില്ല. പരമാവധി വാർത്തകൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. Angel One ബൈസൽ റെക്കമെൻഡേഷൻ അല്ല എന്ന് വീണ്ടും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഒരു ആഡ് ഓൺ ചെയ്തത്. Angel One ഇവരുടെ ക്ലയന്റ് ബേസിൽ ഒരു 1.7% ഒരു വർധനവ് കമ്പനി രേഖപ്പെടുത്തി എന്നുള്ള ന്യൂസ്. BEL കമ്പനിക്ക് 2,323 കോടി രൂപയുടെ ഓർഡർ മസറോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. വെൽസ്പെൻ കമ്പനി 50 കിലോമീറ്ററിന്റെ പൈപ്പ് ലൈൻ ഓർഡർ ഇവർക്ക് മിഡിൽ ഈസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പൈപ്പിന്റെ ഓർഡറാണ് ഇവർക്ക്
കിട്ടിയത്. ഡോക്ടർ റെഡ്ഡി കമ്പനി ഇവർ അൽവോടെക്കായിട്ട് ഇവരുടെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ കൊളാബ് ചെയ്ത് മാനുഫാക്ചർ ചെയ്യാൻ തീരുമാനമായി. കോഫോർജ് കമ്പനി JP മോർഗൻ കോഫോർജിനെ അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ള ന്യൂസ്. PB ഫിൻടെക് കമ്പനി ഇവരെയും സിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്ന ബ്രോക്കറിംഗ് സ്ഥാപനം അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ള ന്യൂസ്. കോൾ ഇന്ത്യ അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ ഇവരുടെ കോൾ പ്രൊഡക്ഷൻ ട്രാൻസ്പോർട്ട് ഉയർത്തുമെന്ന് അറിയിച്ചു. റെയിൽടെൽ കമ്പനി ഇവർക്ക് 274 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. മാൻ ഇൻഡസ്ട്രീസ് കമ്പനി ഇവർക്കും 1050 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഗാർഡൻ റീ ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനി ഇവർ ജർമ്മൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയായിട്ട് മൾട്ടി വെസൽസ് ഷിപ്പ് എല്ലാം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ധാരണയായി. ഇൻഫി കമ്പനി ഇവർക്ക് പുതിയ AI ജോയിന്റ് വെഞ്ചർ FFT എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് ചെയ്യാൻ ധാരണയായി. അശോക ബിൽഡ്കോൺ കമ്പനി മഹാരാഷ്ട്രയുടെ ഭാഗത്തു നിന്ന് ഒരു ഓർഡർ കിട്ടി. ഷ്യാം മെറ്റാലിക് കമ്പനി സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്രൊഡക്ഷൻ 41% ഇയർ ഓൺ ഇയർ ആയിട്ട് ഇവർ വർദ്ധിപ്പിച്ചു എന്നുള്ള ന്യൂസ്. ഹിന്ദുസ്ഥാൻ സിങ്ക് കമ്പനി ഇവർ സിൽവർ പ്രൈസ് എല്ലാം തന്നെ സ്പൈക്ക് ചെയ്തു. സ്റ്റോക്കിൽ നിന്ന് 5% നേട്ടം കൈവരിച്ചു. രാമ സ്റ്റീൽ ട്യൂബ് കമ്പനി റിന്യൂവബിൾ ഓർഡർ ഇവർക്ക് ലഭിച്ചു എന്നുള്ള ന്യൂസ്. ഗോ ഫാഷൻ കമ്പനി ദുബായിൽ ഇവരുടെ പുതിയ സ്റ്റോർ കമ്പനി ഓപ്പൺ ചെയ്തു എന്നുള്ള ന്യൂസ്. ഇന്റലക്ട് ഡിസൈൻ അറിയുന്ന കമ്പനി ആഫ്രിക്കയിൽ നിന്ന് ഇവർക്കൊരു പുതിയ ഓർഡർ കിട്ടി എന്നുള്ള ന്യൂസ്. ലുപ്പിൻ കമ്പനിയുടെ ഒരു കോർട്ടിൽ ഇവരുടെ ഒരു കേസ് നടക്കുന്നുണ്ടായിരുന്നു. കമ്പനിക്ക് ഫേവറായ നിലയിൽ ഓർഡർ കിട്ടി എന്നുള്ള ന്യൂസ്. ലുപ്പിൻ ഫാർമ കമ്പനിയാണ്. ചോയ്സ് ഇന്റർനാഷണൽ കമ്പനി 63 കോടി രൂപയുടെ ഓർഡർ കിട്ടി എന്നുള്ള ന്യൂസ്. RIR പവർ കമ്പനി ആഫ്രിക്കയിൽ നിന്ന് പുതിയൊരു ഓർഡർ കിട്ടി എന്നുള്ള ന്യൂസാണ്. 20ഓളം കമ്പനിയുടെ ന്യൂസുകൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനിയും നാളെ രാവിലെ പ്രീ മാർക്കറ്റിൽ പരമാവധി കമ്പനികളുടെ ന്യൂസുകൾ ഷെയർ ചെയ്യുക, എത്തിക്കുക എന്നുള്ളതാണ് ചാനലിൻ്റെ ഒരു അജണ്ട. അപ്പോൾ എല്ലാ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് നമ്മുടെ ചാനൽ. ഇന്നത്തെ ഒരു ചിന്താ വിഷയം എന്ന് പറയുന്നത് പല സമയങ്ങളിലും ട്രേഡേഴ്സ് എല്ലാം തന്നെ ലോസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ലോസ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു കാര്യം മാത്രമാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് പറയുന്നത്, പ്രൊജക്റ്റ് ചെയ്ത് ചിന്തിക്കുന്നത്. പക്ഷേ ഈ ലോസ് ഉണ്ടാക്കാനുള്ള മൂല കാരണം എന്ന് പറയുന്നത്, അതായത് ഫണ്ടമെൻ്റൽ റീസൺ മേ ബി നമ്മളുടെ ലാക്ക് ഓഫ് നോളജ് ആവാം. അതായത് ആ ഒരു ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പൂർണ്ണമല്ലാത്ത രീതിയിലുള്ള ഒരു അറിവ്, അല്ലെങ്കിൽ ഒരു മുറി അറിവ് എന്നൊക്കെ പറയും പോലെ ആ ഒരു പകുതി അറിവ് അല്ലെങ്കിൽ അതിൽ താഴെയുള്ള അറിവ് ആകാം ഈ ലോസിനുള്ള ഫണ്ടമെൻ്റൽ റീസൺ. അങ്ങനെയാണെങ്കിൽ നമ്മൾ വീണ്ടും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക, അതിന് പകരം ഈ നോളജ് ഗെയിൻ ചെയ്യാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്. നോളജ് ഗെയിൻ ചെയ്യാത്തിടത്തോളം കാലം നമുക്കിവിടെ ലോസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. നോളജ് ഗെയിൻ ചെയ്താൽ ലോസിൻ്റെ എണ്ണം കുറയുമെന്നുള്ള രീതിയിലേക്ക് ഞാൻ പറയുന്നില്ല. പക്ഷേ നോളജ് ഇല്ലെങ്കിൽ ലോസ് കട്ടായം വരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാരണം 1-2 ദിവസങ്ങൾ മാത്രമാണ് ലക്ക് ഫാക്ടർ നമ്മുടെ കൂടെ നിൽക്കാം. നമ്മളൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തു, നാളെ മാർക്കറ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് റാലി രേഖപ്പെടുത്തി, നമ്മൾ പ്രോഫിറ്റ് ഉണ്ടായി, നമ്മളുടെ ഒരു കഴിവല്ല. അതായത് ഓവർനൈറ്റ് എന്തോ പോസിറ്റീവായിട്ടുള്ള കാര്യം നിഫ്റ്റിയിൽ സംഭവിച്ചു, ഗ്ലോബൽ മാർക്കറ്റിൽ സംഭവിച്ചു, നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായി. പക്ഷെ അത് എല്ലായ്പ്പോഴും നമുക്ക് നമ്മളുടെ ഭാഗ്യം നമ്മുടെ കൂടെ നിൽക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഈ ബിഗിനേഴ്സിലേക്കൊക്കെ എല്ലാവർക്കും ഉണ്ട്, എല്ലാവരുടെയും ബിഗിനിങ് സമയത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം, അങ്ങനെയൊക്കെ പ്രോഫിറ്റ് ഉണ്ടായേക്കാം. പക്ഷെ ആത്യന്തികമായിട്ട് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഈ ഒരു മേഖലയിലുള്ള അറിവ് നമുക്ക് പൂർണ്ണമായ രീതിയിലുള്ളൊരു അറിവ് വേണം. അപ്പോൾ ക്രിപ്റ്റോ, ഫോറക്സ്, കമ്മോഡിറ്റി, അല്ലെങ്കിൽ കമ്മോഡിറ്റിയിൽ തന്നെ ഗോൾഡ്, അല്ലെങ്കിൽ ക്രൂഡ്, ഇനിയിപ്പോൾ ഓപ്ഷനിലേക്ക് വരികയാണെങ്കിൽ പലതരം ഇൻഡെക്സസുകൾ, ഇതിൻ്റെ എല്ലാം തന്നെ ഫണ്ടമെൻ്റൽ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായ രീതിയിൽ നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക. ഭൂരിഭാഗം സമയത്തും ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളിൽ എല്ലാവരും എന്ന് പറയുന്നില്ല, നമ്മളിൽ പലരും, ഞാൻ ഉൾപ്പെടെയുള്ള നമ്മളിൽ പലരും ലോസ് ഉണ്ടാക്കാനുള്ള അടിസ്ഥാനപരമായ ഒരു കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ വോൾട്ടാലിറ്റി അല്ല. ചില ആളുകൾ പറയുന്നത് ചില സമയത്ത് എക്സ്ചേഞ്ച് ഗ്ലിച്ച് വന്നതല്ല. സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആണോ? അതുമല്ല. അത് എന്താണ് അടിസ്ഥാനപരമായുള്ള കാരണം? അറിവ് കുറവാണ്. അല്ലെങ്കിൽ ആ ഒരു നമ്മൾ വർക്ക് ചെയ്യുന്ന മേഖലയിൽ നമുക്ക് അറിവ് കുറവാണ് ഇതിൻ്റെ മൂല കാരണം. നമ്മളത് നെഗ്ലക്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ അവഗണിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളത് കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയാണ്. എത്ര നാളും നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കും. പക്ഷെ ബഹുഭൂരിപക്ഷം ആളുകളും ഇത് പകുതി നോളജ് വെച്ച് ചെയ്യുന്നു. അപ്പോൾ അവർ എത്ര നാളും അവർ ട്രേഡ് ചെയ്താലും അവരുടെ ട്രേഡിങ് കരിയറിൽ പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഉണ്ടാവാറില്ല. അപ്പോൾ ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത്, ഏത് മേഖലയിലാണോ നമ്മൾ നിൽക്കുന്നത് ആ മേഖലയിൽ പൂർണ്ണമായിട്ടുള്ള അറിവുകൾ നേടുക എന്നുള്ളതാണ് അണ്ടർലൈനിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു ഓൾ.